ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ നൂറുദ്ദീൻ വയനാട്. ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇന്നൊരു 3 ഏക്കർ 38 സെന്റും അതിൽ വലിയൊരു വീടും ഒരു 5 ബെഡ്റൂം ഒക്കെ ഉള്ള വീട്, അതിന്റെ വിശേഷമാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗത്താണുള്ളത്. ഫ്രണ്ട് ഭാഗമൊക്കെയാണ് നിങ്ങളിങ്ങനെ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വീതിയുള്ള ടാറിങ് റോഡിന്റെ സൈഡിലാണ്. ഈ റോഡിന്റെ സൈഡിലാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത്. അതും ബസ് റൂട്ടും കൂടിയാണിത്. നല്ല ഫ്രണ്ടേജും കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 80 മീറ്ററിന്റെ അടുത്ത് തന്നെ നമ്മളെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ നിങ്ങളൊരു പോസ്റ്റ് ഇതാ കാണുന്നുണ്ട്. ആ വലത്ത് സൈഡിൽ നിങ്ങൾ കാണുന്ന പോസ്റ്റില്ലേ, ആ ഭാഗം വരെ ഏകദേശം നമ്മളെ ഈ ഫ്രണ്ടേജ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് സ്ഥലം. ഇതുപോലെ ഫുള്ള് മരങ്ങളാണ് നമ്മളെ സ്ഥലത്തുള്ളത്. നമ്മളത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കാഴ്ച നിൽക്കുന്ന മാവുകൾ ഇതിലുണ്ട്, പ്ലാവുകൾ നമ്മളെ ഈ സ്ഥലത്തുണ്ട്. അതുപോലെ നല്ല നാളികേരം ലഭിക്കുന്ന തെങ്ങുകൾ ഇതിലുണ്ട്, കവുങ്ങുകളുണ്ട്, അതുപോലെ കുരുമുളക് വള്ളികൾ, മറ്റ് മരങ്ങളൊക്കെ ഇതിലുണ്ട്. നേരെ നമുക്ക് നമ്മുടെ സ്ഥലത്തിന്റെ ഉൾവശത്തേക്ക് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളൊന്ന് കാണാം. നമ്മൾ ആ വീടിന്റെ ഉൾഭാഗം, അതുപോലെ വീടിന്റെ ബാക്ക് ഭാഗം, ബൗണ്ടറിയും എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം. ഇവിടെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഈ 3 ഏക്കർ 38 സെന്റ് സ്ഥലം മുഴുവനായിട്ട് ഇവർ കവർ ചെയ്തിട്ടുണ്ട്. ഫെൻസിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ പൈസ മുടക്കിയിട്ട് കംപ്ലീറ്റ് ഭാഗങ്ങളും നല്ല രീതിയിൽ തന്നെ സേഫ്റ്റി ആക്കിയിട്ടുണ്ട്. നമ്മളെ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ്. സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റൂട്ടിലായിട്ടാണ് നമ്മളെ ഈ സ്ഥലമുള്ളത്. ഉള്ളിലൊക്കെ അതുപോലെ മാവുകളൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഏരിയ ആണ്, നല്ല സൈലന്റ് ഏരിയ ആണ്. പരിസരത്ത് അങ്ങനെ വീടുകളില്ല, അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്. അതുപോലെ നല്ല ലെവലായിട്ടുള്ള സ്ഥലം കൂടിയാണ്. നമ്മൾ ഈ സ്ഥലത്തിന്റെ ഏകദേശം ഒരു പകുതി ഭാഗം വരെ ഇതുപോലെ ഫുള്ള് മരങ്ങളും ഈ വീടൊക്കെയാണുള്ളത്. അതിന്റെ ബേക്കിലേക്ക് ഫുള്ള് ക്ലിയർ ഫില്ല് ചെയ്തിട്ട് നല്ല ലെവലാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് തൈകളൊക്കെ പ്ലാൻ ചെയ്യാനുള്ള ഒരു കണ്ടീഷനിലാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ കാപ്പി തൈകൾ വെക്കാം, കുരുമുളകിന്റെ തൈകൾ വെക്കാം, അതുപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ, അതുപോലെ റബ്ബർ, എന്ത് വേണമെങ്കിലും വെക്കാം. ആ ഒരു കണ്ടീഷനിലേക്ക് ഇവർ പ്ലംബിങ്ങിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്പ്രിംഗ്ലർ വർക്ക് എല്ലാം ചെയ്ത് ഇങ്ങനെ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വീടിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. കുറച്ച് പഴക്കമുള്ള വീടാണെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ റിനോവേഷൻ വർക്കൊക്കെ കഴിച്ച് നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്ത് പാച്ച് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് റിസോർട്ട് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ റിസോർട്ടായിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഹോം സ്റ്റേ ആയിട്ട്, ഫാം ഹൗസ് ആയിട്ട് എല്ലാത്തിനും പറ്റുന്ന രീതിയിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ മുറ്റം കണ്ടില്ലേ, നല്ല വിശാലമായ മുറ്റൊക്കെയാണ്. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് മുറ്റത്ത്. നമുക്കിവിടെ ഏത് ടൈപ്പ് വാഹനം നമ്മളെ ഈ മുറ്റത്തേക്ക് എത്താം. അത്രയ്ക്കും വലിയ റോഡിന്റെ സൈഡിലാണ് നമ്മൾ ഈ സ്ഥലമുള്ളത്. ലോറിയോ ബസ്സോ അങ്ങനെ ഏത് വാഹനം വേണമെങ്കിലും നമ്മൾ ഈ സൈറ്റിലേക്ക് എത്തും. നമുക്ക് ജസ്റ്റ് ഈ വീടിന്റെ ഉൾഭാഗം കൂടി ഒന്ന് കാണിക്കാം. തുടക്കത്തിൽ തന്നെ വലിയൊരു ഹാളാണ്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഹാളിന്റെ ഈ സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ഉള്ളിലൊക്കെ ഫുള്ള് ഇതാ നല്ല കർട്ടൻ വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട്. ഹാളിന്റെ ഈ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ ഒരു റൂമുണ്ട്. റൂമുകളൊക്കെ അത്യാവശ്യം വലിയ റൂമുകളാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇവിടെ ഒരു ഹാള് വരുന്നുണ്ട്. ഈ ഹാളിന്റെ ഇടത്ത് സൈഡിലൊരു ബെഡ്റൂം, വലത്ത് സൈഡിലൊരു ബെഡ്റൂം. ടോട്ടൽ നമ്മളെ ഈ വീട്ടിൽ 5 ബെഡ്റൂമുകളുണ്ട്. അതുപോലെ 3 ബാത്റൂമുകളുണ്ട്. 2 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഒരു കോമൺ ബാത്റൂം ഒക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ബർത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റൂമിൻ്റെ ഉള്ളിലൊരു ബാത്റൂം ഉണ്ട്. വീണ്ടും ഈ ഹാളിൻ്റെ വലത്ത് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇതൊരു ബെഡ്റൂം വരുന്നുണ്ട്. എല്ലാ ബെഡ്റൂമിലും എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. നല്ല കർട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫാന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്.
വീണ്ടും ഇവിടെ ഒരു ഹാളാണ്. ഈ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂമുണ്ട്. റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ കിച്ചണാണുള്ളത്. നമ്മൾ ഈ ഹാളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ബെഡ്റൂമിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ കിച്ചൻ്റെ ഭാഗമാണ്. ഈ കിച്ചൻ്റെ ഇടയിൽ ഇവിടെ ഒരു ഇടനാഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബാത്റൂം കോമൺ ആയിട്ടുള്ള പുറത്തെ സൈഡിലുണ്ട്, ഉള്ളിൽ 2 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അങ്ങനെയാണ് സൗകര്യം. കിച്ചണാണെങ്കിലും കണ്ടില്ല, വലിയ കിച്ചണാണ്, നല്ല സൗകര്യം തന്നെയുണ്ട്. കിച്ചണിൽ കത്തിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, അടുപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് വീടിൻ്റെ ഉള്ളിലെ സൗകര്യം. വീണ്ടും നമ്മൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ വീടിൻ്റെ സൈഡ് ഭാഗം അതുപോലെ ബാക്ക് ഭാഗമൊക്കെയാണ് കാണുന്നത്. സൈഡിൽ സ്റ്റെയർ ഉണ്ട് മുകളിലേക്ക്. വേണമെങ്കിൽ നമുക്ക് ഈ മുകളിൽ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മളെ വീടിൻ്റെ ബാക്ക് വശത്താണുള്ളത്. ബാക്കിലേക്കൊക്കെ ഇതുപോലെ ഫുള്ളായിട്ട് കുരുമുളക് വള്ളികളൊക്കെയാണ് നമ്മളെ ഈ സ്ഥലത്തുള്ളത്. അപ്പോൾ ഇത് നല്ല മണ്ണാണ്, എന്ത് വേണമെങ്കിലും നമുക്ക് പ്ലാന്റ് ചെയ്യാൻ പറ്റും ഇവിടെ. ഇത്രയ്ക്ക് നല്ല മണ്ണാണ് ഈ ഭാഗത്തേക്കൊക്കെ. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറയാം. ഇത് 3 ഏക്കർ 38 സെന്റ് സ്ഥലമുണ്ട്. നല്ല സ്ഥലമാണ്, ലെവലായിട്ടുള്ള സ്ഥലമാണ്, നല്ല പ്രൈവസി ഉണ്ട്. അതുപോലെ ബസ് റൂട്ടിന്റെ സൈഡാണ്, നല്ല വീതിയുള്ള റോഡിന്റെ സൈഡിലാണ്. എല്ലാ ടൈപ്പ് വാഹനങ്ങളും നമ്മളെ ഈ സൈറ്റിലേക്ക് സുഖമായിട്ട് എത്തും. അതുപോലെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി റൂട്ടിലായിട്ടാണ് നമ്മളെ ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇത് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. പേപ്പറൊക്കെ പക്ക ക്ലിയറുള്ള ഭൂമിയാണ്, എല്ലാത്തിനും അനുമതി കിട്ടുന്ന ഭൂമിയാണ്. വേണമെങ്കിൽ റിസോർട്ടായിട്ട് ഉപയോഗിക്കാം, ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗിക്കാം, ഫാം ഹൗസ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി ഫാം നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെയാണ്, ഫാമിനും എല്ലാത്തിനും പറ്റുന്ന ഭൂമിയാണ്. അപ്പോൾ ഈ സ്ഥലത്തിന് ഇവർ ചോദിക്കുന്നത് സെന്റിന് 40,000 രൂപ വെച്ചിട്ടാണ്. നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നമ്മളങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗം വരെ ഇതുപോലെ മരങ്ങളും ഈ വീടും കാര്യങ്ങളൊക്കെയാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിലേക്ക് ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും, ഫുൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. നല്ല ക്ലിയർ ഫില്ലൊക്കെ ചെയ്ത് നല്ല എർത്ത് വർക്കൊക്കെ ചെയ്ത് നമ്മൾ പുതിയ തൈകളൊക്കെ പ്ലാന്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് 2 ബോർവെൽ ഇതിലുണ്ട്, നമ്മളെ ഈ സ്ഥലത്തുണ്ട്. വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ഈ സ്ഥലം മുഴുവനായിട്ടും ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. സൈഡിലൂടെയൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ടാവും. ഈ 3 ഏക്കർ 38 സെന്റ് ഫുള്ളായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ല, ഇതുപോലെ നല്ല പ്ലംബിങ്ങിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ഫുള്ള് സ്പ്രിംഗ്ലർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് തൈകൾ വെക്കാനുള്ള ഒരു കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നിലവിൽ കാപ്പിത്തൈകൾ വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് കാപ്പിത്തൈകൾ വെക്കാം. കാപ്പിക്ക് ഇപ്പോൾ വയനാട്ടിൽ നല്ല വില ഉള്ളത് കൊണ്ട് കാപ്പിത്തൈ വെക്കാനുള്ളൊരു പ്ലാനാണുള്ളത്. കാപ്പിത്തൈ വെക്കാം, അത് റബ്ബർ വെക്കാം, നമുക്ക് കുരുമുളക് വെക്കാം, അങ്ങനെ ഫ്രൂട്ട്സിന്റെ മരങ്ങൾ എന്ത് വേണമെങ്കിലും പ്ലാന്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സൗകര്യം. അപ്പോൾ ഈ സ്ഥലം സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക.